മാർക്ക് പള്ളിയിൽ പോയി ജമാഅത്തായി നമസ്കരിക്കൽ നിർബന്ധമാണ്, വാജിബാണ് എന്ന കാര്യമാണ്. അതിനുള്ള ഏറ്റവും വലിയ തെളിവ് ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ അന്ധനായ ഒരാൾ വരികയാണ്. എന്നിട്ട് പറഞ്ഞു, ഞാൻ അന്ധനാണ്, പള്ളിയിലേക്ക് എന്നെ കൊണ്ടുവരാൻ ഒരാൾ എനിക്ക് സഹായിയായി ഇല്ല. അതുകൊണ്ട് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വീട്ടിൽ വെച്ച് നമസ്കരിക്കുവാൻ ഇളവ് ചോദിച്ചു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് ഇളവ് നൽകി. പക്ഷേ തിരിഞ്ഞു നടന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ തിരിച്ചു വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, താങ്കൾ ബാങ്ക് കൊടുക്കുന്നത് കേൾക്കാറുണ്ടോ? പള്ളിയിലേക്ക് വിളിച്ചുകൊണ്ടുള്ള ബാങ്ക് അത് നിങ്ങൾ കേൾക്കാറുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ബാങ്ക് കേൾക്കാറുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ താങ്കൾക്ക് ഇളവില്ല, പള്ളിയിൽ വരണം. അപ്പോൾ അദ്ദേഹത്തിന് ഇളവില്ല, അദ്ദേഹം ഒരു അന്ധനാണ്. മാത്രമല്ല ആ റിവായത്തിലുള്ളത് ഷാസിഉദ്ദാർ, എൻ്റെ വീട് കുറച്ച് ദൂരെയാണ്, പക്ഷെ അദ്ദേഹം ബാങ്ക് കേൾക്കാറുണ്ട്. എന്നിട്ടും അന്ധനായ വീട് ദൂരെയുള്ള ഒരു വ്യക്തിക്ക് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇളവ് നൽകിയിട്ടില്ലെങ്കിൽ അതല്ലാത്ത ആളുകളുടെ കാര്യം പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു ഹദീസ് മാത്രം മതി പള്ളിയിൽ പോയി ജമാഅത്തായി നമസ്കരിക്കൽ പുരുഷന്മാർക്ക് നിർബന്ധമാണ്, കാരണങ്ങളില്ലാത്തവർക്ക് അതിൽ ഉദറില്ല, അതിൽ ഇളവില്ല എന്ന് മനസ്സിലാക്കുവാൻ. അതേപോലെ തന്നെ മറ്റൊരു ഹദീസ് നമുക്ക് കാണാം, ആൾ ബാങ്ക് കേട്ടിട്ടും പള്ളിയിലേക്ക് വരുന്നില്ലെങ്കിൽ കാരണങ്ങളില്ലാത്തവർക്ക് നമസ്കാരമില്ല എന്ന് പറഞ്ഞാൽ ഒരു കാരണവുമില്ലാതെ വീട്ടിൽ തന്നെ നമസ്കരിക്കുകയാണെങ്കിൽ, പള്ളിയിലേക്ക് ജമാഅത്തിന് വരുന്നില്ലെങ്കിൽ അയാൾക്ക് നമസ്കാരമില്ല എന്ന് പറഞ്ഞാൽ എത്രമാത്രം അത് ഗൗരവമുള്ള വിഷയമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ചില റിവായത്തുകളിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്, എന്താണ് ഈ ഉദ്ർ, ഇളവ് എന്ന് പറഞ്ഞാൽ? അദ്ദേഹം പറഞ്ഞു, ഒന്നെങ്കിൽ രോഗിയാവുക, അല്ലെങ്കിൽ ഏതെങ്കിലും നിലക്ക് പള്ളിയിലേക്ക് വരുന്നതിനെ ഭയപ്പെടുന്ന ഒരവസ്ഥ, വല്ല മൃഗങ്ങളോ അതല്ലെങ്കിൽ ആക്രമിക്കുന്ന ആളുകളോ ആക്രമിക്കും എന്നൊക്കെ തോന്നുമ്പോൾ അവർക്ക് വീട്ടിൽ വെച്ച് നമസ്കരിക്കാം. എന്നാൽ ഇങ്ങനെയൊന്നുമില്ല എങ്കിൽ വീട്ടിൽ വെച്ച് നമസ്കരിക്കാൻ ഇളവില്ല, അവർക്ക് നമസ്കാരമില്ല എന്നാണ് ഈ ഹദീസുകളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ വളരെ ഗൗരവമേറിയ മറ്റൊരു ഹദീസാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നമുക്ക് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ശരിക്കും അള്ളാഹുവാണെ ഞാൻ ഉദ്ദേശിച്ചു പോയി ബാങ്ക് കേട്ടിട്ടും പള്ളിയിലേക്ക് വരാത്ത ആളുകളെ അവരുടെ വീടുകളിലിട്ട് കരിച്ചു കളയാൻ എനിക്ക് തോന്നുകയുണ്ടായി എന്ന് പറഞ്ഞാൽ അത്രമാത്രം ഗൗരവമുള്ള കാര്യമാണ് എന്നർത്ഥം. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ പറയുകയാണ് ചില ആളുകളുടെ സ്വഭാവത്തെക്കുറിച്ച്. എന്താണത്? എന്നാൽ വല്ല ആടിന്റെ കുളമ്പോ അതല്ലെങ്കിൽ വല്ല മാംസമോ ആട്ടിറച്ചിയോ അതിന്റെ കറിയോ ഒക്കെ ഉണ്ടെങ്കിൽ ആളുകൾ പള്ളിയിലേക്ക് വരുമായിരുന്നു എന്ന് പറഞ്ഞാൽ ഭക്ഷണമുണ്ട് എന്ന് കേട്ടാൽ അവർ വരും.